സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടുവും തിരുമ്പിയാണ് പവി എഴുന്നേൽക്കാറ്. എന്നാൽ ഇന്ന് 2 കൈയും വേദനയോടെയാണ് എഴുന്നേറ്റത്. തിരിഞ്ഞും മറിഞ്ഞും അവൾക്ക് സോഫയിൽ കിടക്കാൻ പറ്റിയില്ല. നേരം വെളുത്തിട്ടും നീല് വന്നിട്ടില്ലെന്ന് പവയ്ക്ക് മനസ്സിലായി. ഇയാൾക്ക് നേരത്തും കാലത്തൊന്നും വീട്ടിൽ വന്നൂടെ? അല്ലെങ്കിൽ ഞാനെന്തിനാ ഇപ്പം ഇയാളുടെ കാര്യം അന്വേഷിക്കണേ? എനിക്ക് വട്ടായോ? അത് പറഞ്ഞ് സ്വന്തം തലയ്ക്ക് കിഴക്ക് കൊടുത്ത് ഫ്രഷായി താഴേക്ക് വന്നു. അമ്മേ, ഗുഡ് മോർണിംഗ്. പവി പാറുമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്ത് പറഞ്ഞു. ഗുഡ് മോർണിംഗ് മോളെ. ഞാൻ ചായ എടുക്കാം, അമ്മ ഇതിങ്ങ് തന്നേ. പവി ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. മോളെ, മോൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? എന്താ അമ്മേ? അല്ലേ, കുറേ നേരമായല്ലോ കിടന്ന് ഞെരുപിരി കൂടുന്നു. എനിക്ക് തോന്നി എന്തോ മോൾക്ക് ചോദിക്കാനുണ്ടോ എന്ന്. അത് അങ്ങനെയൊന്നുമില്ല. പിന്നെ നീലേട്ടൻ? അത് പറ. അവനെ പറ്റി ചോദിക്കാനായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ടേ. കല്യാണം രാവിലെ 10 മണിക്കാ. അത് കഴിഞ്ഞ് അവൻ നേരെ കോളേജിലേക്ക് വരും. ഞാൻ വെറുതെ ചോദിച്ചതാ. എനിക്ക് മനസ്സിലായി. പവി അതിനൊരു വളിച്ച ചിരി കൊടുത്തു. പവി റെഡിയായി വീട്ടിൽ നിന്നും ഇറങ്ങി. പവി നടക്കുന്ന വഴി മുഴുവനും എന്തോ ഒരു അസ്വസ്ഥത അവൾക്ക് അനുഭവപ്പെട്ടു. അവൾക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. പാർത്തിയെ കണ്ടപ്പോൾ അവൾ അവനോട് സംസാരിച്ച് നടക്കാൻ തുടങ്ങി. പവി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സുഖമില്ലേ? ഏയ്, കുഴപ്പമില്ല. ചെറിയൊരു തലവേദന, അത്രയേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ? ഉറപ്പാണോ? അതെ, ഒരു കുഴപ്പമില്ല. വാ, നമുക്ക് പോവാം. അങ്ങനെ അന്നയെയും കൂട്ടി അവർ കോളേജിലെത്തി. അന്ന അവളോട് തലവേദന കുറവുണ്ടോ എന്ന് ചോദിച്ചു. അവൾ കുഴപ്പമില്ല എന്ന് തന്നെ പറഞ്ഞു. അവർ പാർത്തിയോട് യാത്ര പറഞ്ഞു പോകുമ്പോഴും പാർത്തിക്ക് എന്തെന്നില്ലാത്തൊരു ടെൻഷനായിരുന്നു. അവരെ നോക്കി അവൻ ക്ലാസ്സിലേക്ക് പോയി. ഡി, നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഒട്ടും വയ്യ നിനക്ക്? ബെഞ്ചിൽ തല വെച്ച് കിടക്കുന്ന പവിയോട് അന്ന ചോദിച്ചു. ഇല്ല, കുഴപ്പമില്ല. ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചില്ല. അമ്മയോട് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഒരൊറ്റ പോക്കായി ഇങ്ങോട്ട്. അതുകൊണ്ടൊരു ചെറിയ തലവേദന. അത് മാറിക്കോളും. നമുക്ക് ക്ലാസ് കഴിഞ്ഞ് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാം. അതും പറഞ്ഞവൾ വീണ്ടും കിടന്നു. ക്ലാസ്സിൽ ഗുഡ് മോർണിംഗ് പറയുന്നത് കേട്ട് പവി പെട്ടെന്ന് തലമുക്കി നോക്കി. പക്ഷേ അവൾക്ക് നിരാശയായിരുന്നു ഫലം. അത് വേറൊരു സാറായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞ് പവിക്ക് തലകറങ്ങുന്നത് പോലെ തോന്നിയെങ്കിലും അവൾ അന്നയോടൊന്നും പറഞ്ഞില്ല. അവർ ക്യാൻറ്റീനിലേക്ക് പോയി. പവി അവിടുത്തെ അരഭിത്തിയിലിരുന്നു. അന്ന അവൾക്ക് വേണ്ടി നാരങ്ങവെള്ളം വാങ്ങാൻ പോയി. പവിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ. ആ സമയത്ത് തന്നെ ആ കാലുകൾ അവളുടെ അടുത്തേക്ക് ചലിച്ചുകൊണ്ടേയിരുന്നു. പവി ഒരു വശത്തേക്ക് വീഴാൻ തുടങ്ങി. മെല്ലെ നടന്ന ആ പാദങ്ങൾ വളരെ വേഗത്തിൽ പവിയുടെ അടുത്തേക്ക് ചലിച്ചു. പവി വീഴാൻ തുടങ്ങിയതും നീല അവളെ അവൻ്റെ കയ്യിൽ ഭദ്രമാക്കി പിടിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ അടയുന്നതിന് മുന്നേ തന്നെ ആ ചെമ്പൻ മിഴികൾ അവൾ കണ്ടിരുന്നു. ആ കണ്ണുകളിൽ വല്ലാത്ത വേദന നിറയുന്നത് അവൾ കണ്ടു. അന്ന നാരങ്ങ വെള്ളം വാങ്ങി വന്നപ്പോഴാണ് പവി വീഴാൻ തുടങ്ങിയത്. അത് കണ്ട് പവിയുടെ അടുത്തേക്ക് ഓടി വന്നതും അവളെ വീഴാതെ കൈകളിൽ താങ്ങി അവളെ കോരി പിടിക്കുന്ന നീലിനെയാണ് അന്ന കാണുന്നത്. അവൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടു ചുവന്ന് കലങ്ങിയ കണ്ണുകൾ. അന്നെ, കുറച്ച് വെള്ളം എടുക്ക്, നീൽ പറഞ്ഞു. പവി വീഴുന്നത് കണ്ട് അവിടെയുള്ള എല്ലാവരും ഓടി വന്നു. ആ കൂട്ടത്തിൽ അർദ്ധയും ഉണ്ടായിരുന്നു. പവി നീലിൻ്റെ കൈക്കുള്ളിൽ കിടക്കുന്നത് കണ്ട് അർദ്ധയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചു. ആരോ വെള്ളം നീലിന് കൊടുത്തു. നീല് പെട്ടെന്ന് തന്നെ വെള്ളം തളിച്ചിട്ട് പവിയെ മുഖത്ത് തട്ടി വിളിച്ചു. പവി കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളെ കൊണ്ടത് കഴിഞ്ഞില്ല. അത് കണ്ട് നീല് പെട്ടെന്ന് തന്നെ അവളെയും എടുത്ത് സിക്ക് റൂമിലേക്ക് പോയി. പവി കണ്ണു തുറന്നു. അല്ല, എന്തപ്പോൾ ഇവിടെ ഉണ്ടായി? ഞാനിതെവിടാ? ഇതാരൊക്കെയാ? സിക്ക് റൂമിലെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന അവിടുത്തെ പഴയ ടീച്ചേഴ്സിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നോക്കി പവി പിറുപിറുത്തു. ഡി, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? തലവേദന മാറിയോ? അന്ന ചോദിച്ചു. അതിന് പവി തിരിഞ്ഞ് അന്നയെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു. അതിന് നീ ആരാ? നീ എന്നെ മറന്നോ? എടി ഞാനാ, അന്നയാടി. അന്നെ, നീ എന്താ ഇവിടെ? നമ്മളെന്താ ഇവിടെ? ഇവരൊക്കെ എന്താ ഇവിടെ? ഇതെവിടെയാ? പവി അവിടെ നിൽക്കുന്ന ടീച്ചർമാരെ ചൂണ്ടി ചോദിച്ചു. അന്ന പവിയുടെ തലക്കൊരു കിടുക്ക് കൊടുത്തു. പവിക്കിപ്പോഴാണ് കിളികളെയൊക്കെ ബാക്കി കിട്ടിയത്. ഇപ്പം തലവേദന ഉണ്ടോ? അന്ന ചോദിച്ചു. എനിക്കോ? എനിക്ക് കുഴപ്പമില്ല. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. ഡോക്ടർ അത് പറഞ്ഞു നിർത്തിയതും. എനിക്ക് ഇഞ്ചക്ഷൻ? അയ്യോ വേണ്ട. അത് പറഞ്ഞ് പവി അന്നയെ വട്ടം പിടിച്ചു. മോളെ, അതൊക്കെ എടുത്തു കഴിഞ്ഞു, ഡോക്ടർ പറഞ്ഞു. അത് കേട്ട് പവി ചുണ്ടു പിളർത്തി കൊച്ചു കുഞ്ഞിനെ പോലെ അന്നയെ നോക്കി. അന്ന കുഴപ്പമൊന്നുമില്ലെന്ന രീതിയിൽ പവിയെ കണ്ണടിച്ച് കാണിച്ചു. ഡോക്ടർ പവിയോട് ചോദിച്ചു. ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചോ? അത് ഇല്ല. അപ്പോൾ ഫുഡ് കഴിച്ചില്ല? ഫുഡ് കഴിക്കാതെ യാത്ര ചെയ്താൽ പിന്നെ തലകറക്കം ഉണ്ടാവില്ലേ? ഫുഡ് കഴിച്ചില്ല, അത്രയേ ഉള്ളൂ. ഈ കുട്ടിക്ക് എന്തെങ്കിലും പോയി വാങ്ങിക്കൊടുക്ക്. അത് പറഞ്ഞ് ഡോക്ടർ പോയി.
ടീച്ചർ അന്നയെ പവിയുടെ കൂടെ നിർത്തിയിട്ട് പോയി. അന്ന അവൾക്ക് ഫുഡ് വാങ്ങി വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയതും പവി ചോദിച്ചു, എടി നീലേട്ടൻ വന്നു. ഞാൻ വീഴാൻ പോയപ്പോൾ നീലേട്ടനാണോ എന്നെ പിടിച്ചേ? പവി ധൃതിയിൽ അന്നയോടായി ചോദിച്ചു. അന്ന അവളെ അന്തം വിട്ടു നോക്കി. നീ നോക്കാതെ കാര്യം പറ. അല്ല, നീ ഇപ്പം എന്താ പറഞ്ഞേ? നീലേട്ടൻ എന്നോ? അന്നത് ചോദിച്ചപ്പോഴാണ് പവി പറഞ്ഞത് അവൾ ഓർത്തത്. ഛേ, പെട്ടെന്ന് പറയാതെ പറഞ്ഞു. നാണം കെട്ടുമല്ലോ, പവി മനസ്സിലോർത്തു. പിന്നെ ഞാൻ എൻ്റെ കെട്ടിയോൻ എന്താ വിളിക്കുക? നീ കാര്യം പറ. അന്ന അവളെ ഇതെന്ത് ജീവി എന്ന മട്ടിൽ അവളെ നോക്കി നിന്നു. പിന്നെ കാര്യം പറഞ്ഞു. നീലിൻ്റെ കണ്ണിൽ കണ്ട ആ നനവും അവൾ പവിയോട് പറഞ്ഞു. അപ്പം നീലേട്ടനാണോ വന്നേ? നീലേട്ടൻ വന്നോ? പവി ഭയങ്കര ശുഷ്കാന്തിയോടെ ചോദിച്ചു. അതിന് നീ എന്തിനെങ്ങനെ ചാടണേ? നിനക്ക് നീലേട്ടനെ ഇഷ്ടമല്ലല്ലോ, പിന്നെന്താ ചോദിക്കണേ? പവി അതിനൊന്ന് പരിങ്ങി. നീ പോയി, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് വിശക്കണ്, പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വാ. എനിക്ക് മനസ്സിലായി, നടക്കട്ടെ, ഞാനൊരു ദിവസം കണ്ടുപിടിക്കും. അതും പറഞ്ഞ് എന്നെ പുറത്തേക്ക് പോവാൻ തുടങ്ങി. അപ്പോഴാണ് പുറത്ത് നിൽക്കുന്ന നീലിനെ എന്നെ കാണുന്നത്. അയാളെ കണ്ട് അന്ന നേരെ തിരിഞ്ഞു നോക്കിയത് ബെഡിൽ കിടന്ന് അവിടെ ഇരിക്കുന്ന ഫോട്ടോ നോക്കുന്ന പവിയെയാണ്. നീൽ അന്നയോട് ഒച്ച ഉണ്ടാക്കാതെ പോവാൻ പറഞ്ഞു. അന്ന അതിന് തലകുനിക്ക് പവിയെ ഒന്നുകൂടെ നോക്കിയിട്ട് പുറത്തേക്ക് പോയി. പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് പവിനെ നോക്കി നിൽക്കുന്ന നീലിനെയാണ്. പവി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അത് പുറത്ത് കാണിക്കാതിരുന്നു. നീ എന്താടി ഫുഡ് കഴിക്കാത്തേ? നീല് നല്ല ദേഷ്യത്തിൽ തന്നെ പവിയോട് ചോദിച്ചു. പവിക്കാണെങ്കിൽ പേടിച്ചിട്ട് വായിൽ നിന്ന് കാറ്റ് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. നീ എന്താടി കാറ്റ് വിടാനാണ് സ്കൂളിൽ പോയി പഠിച്ചേക്കണേ? മര്യാദയ്ക്ക് പറയടി. നീലിൻ്റെ ദേഷ്യം കണ്ട് പവി പേടിച്ച് പണ്ടാറണങ്ങി നിൽക്കുവാണ്. അത് ഞാൻ ഫുഡ് പോകുന്നു എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ബസ് കഴിക്കാൻ മറന്നുപോയി. നീലി വിളിത് എന്ത് തേങ്ങയാ പറയണേന്ന രീതിയിൽ പവിനെ നോക്കി. പവിയാണെങ്കിൽ ഇപ്പം എന്താ പറഞ്ഞത് എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്തൊക്കെയാടി പറയണേ? നീല് ദയനീയമായി പവിയോട് ചോദിച്ചു. അത് സമയം കിട്ടിയില്ല, അതാ. പവി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഇനി നീ എൻ്റെ കൂടെ വന്നാൽ മതി, നീല് ഗൗരവത്തോടെ പറഞ്ഞു. അപ്പോൾ സ്റ്റുഡൻസ് ചോദിച്ചാലോ? അത് ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാമെന്ന കാര്യം പറഞ്ഞേ. ഓ ശരി. പെട്ടെന്ന് അവൾ എന്തോ ഓർത്തു പറഞ്ഞു. അയ്യോ, അപ്പോൾ പാർത്തിയേട്ടനോ? അതിന് അവൻ നിൻ്റെ ആരാ? നീ എന്തിനാ ഇത്രയ്ക്ക് എക്സ്പ്രഷൻ ഇടുന്നേ? നീല നല്ല ദേഷ്യത്തിൽ ചോദിച്ചു. പവിക്ക് ആ ദേഷ്യം കണ്ട് സന്തോഷമാണ് തോന്നിയത്. താൻ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നീലിൻ്റെ മനസ്സ് അസൂയപ്പെടുന്നുണ്ടെന്ന് അവൻ്റെ ദേഷ്യം കണ്ടപ്പോഴേ മനസ്സിലായി. അത് സോറി, ഞാൻ വന്നോളാം. അതിന് നീലൊന്ന് അമർത്തി മൂളിയിട്ട് പോയി. പവി നീല് പോയോ എന്ന് തലയിട്ട് പുറത്തേക്ക് നോക്കി. പോയെന്ന് ഉറപ്പിച്ചതും പെണ്ണ് കിടന്ന് തുള്ളാൻ തുടങ്ങി. അന്ന പവിക്ക് ഫുഡ് വാങ്ങിക്കൊണ്ടുവന്നതും കാണുന്നത് പവിയുടെ തുള്ളലാണ്. പിന്നെ അന്ന ഒന്നും നോക്കിയില്ല. അവിടെ ഉണ്ടായിരുന്നൊരു താക്കോലെടുത്ത് പവിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. പവി ഇതെന്താപ്പ എന്ന ഭാവത്തിൽ അന്നയെ തുറിച്ചു നോക്കി. എടി കുഴപ്പമില്ലല്ലോ, ഡോക്ടറെ വിളിക്കണ്ടല്ലോ. നിനക്കെന്തോ ഭ്രാന്താണോ? നീ എന്തിനാ ഇതെനിക്ക് തന്നേ? അപ്പം നിനക്ക് ഫിക്സ് വന്നില്ലേ? ഞാൻ വിചാരിച്ചു നിനക്ക്. പൊടി തെണ്ടി, ഞാൻ സന്തോഷം കൊണ്ട് ഡാൻസ് കളിച്ചതാ. എന്താടി കാര്യം, എന്നോട് പറ. എടി പുള്ളിക്കാരൻ ഞാൻ പാർത്തിയേട്ടനോട് മിണ്ടുന്നു കാണുമ്പോൾ അസൂയാടി. പവി നടന്ന കാര്യം പറഞ്ഞു. എടി അപ്പോൾ നീലേട്ടൻ നിന്നെ ഇഷ്ടമാണോ? അതെനിക്കറിയില്ല, പവി വിഷമിച്ച് പറഞ്ഞു. വെയിറ്റ്, ഞാൻ കാര്യം ചോദിക്കട്ടെ, നിനക്ക് നീലേട്ടനെ ഇഷ്ടമാണോ? പവി അപ്പോഴാണ് ഓർത്തത്. എടി അത് പിന്നെ. നീ കിടന്ന് ഉരുളാതെ കാര്യം പറ പവി, അന്ന നല്ല ഗൗരവത്തോടെ ചോദിച്ചു. അതിന് പവി തലകുനിച്ച് മൂളി. അപ്പോൾ നിനക്ക് നീലേട്ടനെ ഇഷ്ടമാണോ? അന്ന അന്തം വിട്ട് ചോദിച്ചു. അതേടി, ആ സുരനെ എനിക്കിഷ്ടമാണ്. എപ്പോഴോ കയറിക്കൂടിയതാ. അതെനിക്ക് മനസ്സിലായത് ഇന്നലെ നീലേട്ടൻ പോയപ്പോഴാ. പവി തലകുനിച്ച് പറഞ്ഞു. അവളുടെ നീലേട്ടൻ എന്ന വിളിയിൽ വ്യക്തമായിരുന്നു നീലിനോട് അവൾക്കുള്ള സ്നേഹം. അപ്പുറത്തുനിന്ന് മറുപടിയൊന്നും കേൾക്കാതെ വന്നപ്പോൾ പവി ഒന്ന് തലപൊക്കി നോക്കിയതും അവളുടെ പുറത്തേക്ക് ഒരടി വീണതും ഒരുമിച്ചായിരുന്നു. എടി പവി, നീ പൊന്നല്ല, തങ്കവാടി തങ്കം. എടി മണമൂസ്, നിനക്കറിയോ നിങ്ങളെ ഒന്നിപ്പിച്ചു കാണാനേ ഞാൻ എത്ര ആഗ്രഹിച്ചെന്ന്. എടി നിങ്ങൾ ഒടുക്കത്തെ ചേർച്ചയാടി. നിങ്ങൾ പിരിയല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസമില്ല. നിനക്കറിയോ നീലേട്ടനെ ഞാനൊരു സ്വന്തം ആങ്ങളെയായിട്ട് കണ്ടു കഴിഞ്ഞിരുന്നു. എടി എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. നിനക്ക് ഞാനൊരു ഉമ്മ തരാടി. അത് പറഞ്ഞ് എന്നെ പവിക്കൊരു ഉമ്മ കൊടുത്തു. പവി എനിക്കാണോ അതോ ഇവൾക്കാണോ വട്ടായി എന്ന രീതിയിൽ വായും തുറന്ന് അന്നയെ നോക്കി. എടി പരട്ടെ, അതിന് നീലേട്ടൻ എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. എടി അതൊക്കെ നമുക്ക് നോക്കാം, എന്തായാലും നീലേട്ടൻ നിനക്കുള്ളതാ. അതും പറഞ്ഞ് അവർ ബാക്കി കാര്യങ്ങൾ ചെയ്തു. വൈകുന്നേരം
പാത്തി വിവരം അറിഞ്ഞ് അപ്പോൾ തൊട്ട് പവിനെ അവിടെയും ഇവിടെയും തട്ടാതെ സൂക്ഷിച്ച് നടത്തിയിരുന്നു. പവിക്കൊരു ചേട്ടൻ്റെ സ്നേഹം എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമോ അത് കഴിഞ്ഞ് അവൾ പാത്തിയുടെ സ്നേഹം ആസ്വദിക്കാൻ തുടങ്ങി. അന്നയ്ക്ക് പാത്തിയെ എന്തോ ഒരു ഡൗട്ടടിച്ചു. അങ്ങനെ അന്നയും പാത്തിയും പവിയും ബസ് സ്റ്റോപ്പിലെത്തി. നീലിൻ്റെ കാർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പവി അത് കണ്ടില്ല. അന്ന അവരോട് യാത്ര പറഞ്ഞു പോയി. പവി പാത്തിയോട് ഇനി തൊട്ട് വീട്ടിൽ നിന്ന് വിളിക്കാൻ വരും, അതുകൊണ്ട് വരില്ലെന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരുന്നു. പാത്തി നീലിൻ്റെ കാറ് കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഊഹിച്ചു. നീൽ പവിയെയും പാത്തിയെയും നോക്കുന്നുണ്ട് എന്ന് പാത്തിക്ക് മനസ്സിലായി. പവിയോട് നീലിന് സ്നേഹമുണ്ടോ എന്നറിയാൻ വേണ്ടി പാത്തി പവിയോട് ചേർന്നിരുന്ന് സംസാരിച്ചിട്ട് പോയി. പോകുമ്പോൾ നീലിൻ്റെ വലിഞ്ഞു മുറുകിയ മുഖവും അവൻ വ്യക്തമായി കണ്ടിരുന്നു. അത് കണ്ടതും അവൻ്റെ മനസ്സ് നിറഞ്ഞു. പുറകിൽ നിന്ന് കാറിൻ്റെ ഹോണടിക്കുന്ന സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പവി നീലിനെ കാണുന്നത്. അയ്യോ, എൻ്റെ ചെക്കൻ നേരത്തെ വന്നായിരുന്നു, പവി മനസ്സിലോർത്തു. അവൾ കാറിൽ കയറി നീലിനെ നോക്കിയപ്പോൾ ഇപ്പം പവിനെ പിടിച്ചു തിന്നുമെന്ന രീതിയിൽ അവളെ നോക്കി ദഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പവി മിണ്ടാതെ ഡോറിനോട് ചേർന്ന് വായും പൊത്തിയിരുന്നു. ആ ഇരിപ്പ് കണ്ട് നീലിന് ചിരി വന്നെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. വീട്ടിലെത്തുന്നത് വരെ രണ്ടും ഒരക്ഷരം മിണ്ടിയില്ല. വീട്ടിൽ വന്നു കയറി കോളേജിൽ നടന്ന കാര്യങ്ങൾ പവി പറഞ്ഞു. പാറുമ്മ ആവലാതിയോടെ പവിയോട് ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നു. പവി എല്ലാത്തിനും സമാധാനമായി ഉത്തരം പറഞ്ഞു. പവി മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഗിരി അവളെ വിളിച്ചുകൊണ്ട് ടെറസിൽ പോയി. പവി, ഞാനൊരു കാര്യം അറിഞ്ഞു, അത് സത്യമാണോ? ഗിരി ചിരി കടിച്ചമർത്തി ചോദിച്ചു. എന്താ ഗിരിയേട്ടാ? പവി മനസ്സിലാവാതെ ചോദിച്ചു. അല്ല, നിനക്ക് നീലിനെ ഇഷ്ടമാണോ എന്ന് അങ്ങനെയോ മറ്റോ? ഇതെങ്ങനെ ഏട്ടനറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു, നീ കാര്യം പറ. പവി ഒരു പുഞ്ചിരിയോടെ എല്ലാം പറഞ്ഞു. കൊച്ചു ഗള്ളി, അപ്പോൾ എല്ലാം സെറ്റായിക്കോളും. ഞാൻ എന്തിനു കൂടെ ഉണ്ടാകും ഏട്ടാ. പക്ഷെ നീലേട്ടൻ എന്നോട് അങ്ങനെ ഉണ്ടോ എന്നറിയില്ല. പിന്നെ ഏട്ടൻ നീലേട്ടനോട് പറയരുത്, ഞാൻ തന്നെ പറഞ്ഞോളാം. ഓ, ഉത്തരവ് പോലെ. ഇനി എൻ്റെ പവി കൊച്ച് പറയുന്നത് കേട്ടിട്ടില്ലെന്ന് വേണ്ട. അത് പറഞ്ഞ് പോകാൻ നിന്ന ഗിരിയോട്, അതെ അവിടെ ഒന്ന് നിന്നേ. എന്താ പവി? ഗിരി സംശയത്തോടെ ചോദിച്ചു. അല്ല, ഏട്ടൻ എങ്ങനെയാ ഇതൊക്കെ അറിഞ്ഞേ? ഈശ്വര, പെട്ട്. അത് അന്ന വിളിച്ചു പറഞ്ഞു. ആണോ? എന്നാൽ പിന്നെ ആ അന്നയുടെ നമ്പർ തന്നേ. അതെന്താ പവി, പവിയുടെ കയ്യിലില്ലേ? അയ്യേ, സ്വന്തം കൂട്ടുകാരുടെ നമ്പർ കയ്യിലില്ലല്ലോ, മോശം മോശം. ഗിരി വിഷയം മാറ്റാൻ പറഞ്ഞു. ഏട്ടൻ്റെ ഫോണ് തന്നേ. അതെന്തിനാ പവി? ഫോൺ തരുമോ അതോ ഞാൻ മിണ്ടാതിരിക്കണോ? ഇന്നാ. പേടിച്ച് ഗിരി ഫോൺ കൊടുത്തു. ഞാൻ പറയുന്നത് പോലെ ഏട്ടൻ അന്നയോട് സംസാരിക്കണം. എന്തിനാ? ഗിരി ദയനീയമായി ചോദിച്ചു. പറഞ്ഞത് ചെയ്താൽ മതി. അതും പറഞ്ഞ് പവി അന്നയെ ഗിരിയുടെ ഫോണിൽ നിന്ന് വിളിച്ചു. ഹലോ ഗിരിയേട്ടാ, എന്തായി? പവി എല്ലാം പറഞ്ഞു. ആ, പറഞ്ഞു. എന്താ ഗിരിയേട്ട പറ്റിയേ? അല്ലെങ്കിൽ ചക്കര ഒരു ഉമ്മ താട്ടടി എന്നൊക്കെയല്ലേ പറയാറ്, ഇതെന്താ പറ്റിയേ? സബാഷ്, ഗിരി മനസ്സിലോർത്തു. എന്നിട്ടും അവളെ ഒന്ന് നോക്കി. നിന്റെ ക്യാമുകനെ ഞാൻ ചെറുതായിട്ടൊന്ന് കുടുക്കി. അതും പറഞ്ഞ് പവി ഫോൺ കട്ടാക്കി. നേരെ നോക്കിയത് ഗിരിയെ ആയിരുന്നു. ഗിരിയാണെങ്കിൽ നിഷ്കുവായിട്ട് പവിനെ നോക്കി ചിരിച്ചു. എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന്. എനിക്ക് നിങ്ങൾ പറയാത്തോണ്ട് ഒരു വിഷമേ ഉള്ളൂ. സാരല്ല, ഇത്രയൊക്കെ ഉള്ളൂ. അതും പറഞ്ഞ് പവി താഴേക്ക് പോയി. ഗിരി കുറ്റബോധം കൊണ്ട് തലകുനിച്ച് നിന്നു. പവി താഴെ റൂമിൽ പോയി ഒടുക്കത്തെ ചിരിയായിരുന്നു.